ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐഷാസ് ക്രിയേഷൻസ്. വീണ്ടും ഒരു പുഡിംഗ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കപ്പ കൊണ്ടുള്ള ഒരു കിടിലൻ പുഡിംഗ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആദ്യമേ തന്നെ കപ്പ തൊലി കളഞ്ഞ് നല്ലപോലെ കഴുകി ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഗ്രേറ്റ് ചെയ്യണതിൻ്റെ ചെറിയ ഇതിനകത്ത് വെച്ചിട്ട് വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാനിങ്ങനെ എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കപ്പ് ഗ്രേറ്റ് ചെയ്ത കപ്പയാണ് ഈ പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇനി കപ്പ വേവിക്കാൻ വയ്ക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈങ് പാനിലായിട്ടാണ് കപ്പ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കപ്പ വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് കപ്പയ്ക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ച് വേവിക്കുന്നത്. നല്ലപോലെ വേവിച്ചെടുക്കണം. അതുപോലെ കപ്പ എടുക്കുമ്പോൾ കട്ടൻ കപ്പയൊന്നും എടുക്കരുത്. ഈ ചെറിയ കയ്പുള്ള സിസുള്ള കപ്പയില്ലേ, അതിന് ഞങ്ങളുടെ ഇവിടെ പറയണതാണ് കട്ടൻ കപ്പ എന്നാണ് ഞങ്ങളിവിടെ പറയാറുള്ളത്. അപ്പോൾ അങ്ങനത്തത് ഉപയോഗിക്കരുത്. നല്ല ക്വാളിറ്റിയുള്ള കപ്പ തന്നെ ഉപയോഗിക്കുക. പിന്നെ അതുപോലെ തന്നെ നല്ല വേവണ ടൈപ്പുള്ള കപ്പ ഉപയോഗിക്കുക. അപ്പോൾ ഇത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. ഇനി കപ്പ വേവിച്ചെടുത്ത പാനിൽ തന്നെ 1/2 ലിറ്റർ പാല് ഒഴിച്ച് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ വേവിച്ച് അരിച്ചെടുത്ത കപ്പ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി പാല് കുറുകി വരുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ഒരു പാത്രത്തിൽ 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ തന്നെ ചേർത്താൽ മതി. ഇനി ഈ മിക്സ് ചെയ്തത് ഈ പാലിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പാലിപ്പോൾ നല്ലപോലെ കുറുകി വന്നതിന് ശേഷമാണ് ഈ മിക്സ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇതൊരു ക്രീമി ടെക്സ്റ്റായിട്ടുള്ള പുഡിങ്ങാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിലാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു 8 ഗ്രാം ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്ത് ചേർക്കുക. അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ മെൽറ്റ് ചെയ്ത് ചേർത്താലും മതി. ഇതിപ്പോൾ ഞാൻ ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ ഇത് നല്ല കുറുകി കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ടൊരു ട്രേയിലോട്ട് മാറ്റാം. ഒരു ഗ്ലാസ് ബോക്സാണ് ഞാൻ ഈ പുഡിങ് സെറ്റ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത് കഴിയുമ്പോൾ സെർവ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സൗജന്യമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്